ആലപ്പുഴ SL പുരം KSCB ഓഫീസിലെ കയ്യാങ്കളിയിൽ പ്രതികളായ CITU ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ കോടതി ഇന്നാണ് പരിഗണിക്കുക. LDF കുടുംബയോഗത്തിന് പോകാൻ കൂട്ട അവധിയെടുത്തതിന് ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ ചെന്നുപെട്ടത്. 2 ആഴ്ച മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഓക്കെ മനീഷ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അതായത് ഈ സംഭവം ഉണ്ടാകുന്നത് 16-ാം തീയതിയാണ്. അന്ന് അതിന് മുൻപത്തെ ദിവസം കൂട്ട അവധിയെടുത്ത് ഈ SL പുരം സബ് ഡിവിഷന് കീഴിലെ മുഹമ്മ, പാതിരാപ്പള്ളി, കലവൂർ KCB ഓഫീസിലെ 18ഓളം ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് LDF യോഗത്തിന് പോയിരുന്നു. പക്ഷേ ഈ യോഗത്തിന് പോകാൻ അനുമതി നിഷേധിച്ചിരുന്നു. യൂണിയൻ എന്ന പേരിൽ ഒരു അപേക്ഷ KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള രാജേഷ് മോന് ഒരു അപേക്ഷ കൈമാറിയെങ്കിൽ ഈ അപേക്ഷ അദ്ദേഹം സ്വീകരിച്ചില്ല. ഇവർക്ക് പോകാൻ അനുമതി കൊടുത്തു. പക്ഷേ ഇവർ ഈ പരിപാടിക്ക് പോയ ശേഷം പിന്നീട് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. SL പുരം ഓഫീസിലേക്ക് എത്തി ഈ രാജേഷ് മോനുമായി സംസാരിച്ച് തർക്കത്തിലായത് കയ്യാങ്കളിയിലേക്ക് എത്തി. അന്ന് അവിടെ വെച്ച് ഓഫീസിൽ വെച്ച് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെയാണ് പോലീസ് കേസെടുത്തത്. അതായത് രാജേഷ് മോനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒപ്പം തന്നെ രാജേഷ് മോൻ ഇവരെയും മർദ്ദിച്ചു. അതായത് ഒരു വനിതാ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലും മാരാരിക്കുളം പോലീസ് കേസെടുത്തു. അങ്ങനെ 2 കൂട്ടർക്കെതിരെയും കേസെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CITU യൂണിയനിൽപ്പെട്ട ജീവനക്കാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി വിചാരിച്ചിട്ടും ഒരു അനുരഞ്ജനത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അവിടെ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിയില്ല. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് എത്തിയത്. ഇവർ ഒളിവിൽ പോയത്. അങ്ങനെ ഈ കേസിലെ പ്രതികളായിട്ടുള്ള, അതായത് ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മർദ്ദിച്ചിട്ടുള്ള സിബുമോൻ, സഞ്ജയ്നാഥ്, രഘുനാഥ്, ചന്ദ്രൻ, ഈ 4 പേർ ഒളിവിൽ പോയി എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആ കേസിൽ മുൻകൂർ ജാമ്യം ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട KCB അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ വകുപ്പ് തല നടപടി പക്ഷേ എടുത്തില്ല. ഈ മുൻകൂർ ജാമ്യത്തിൽ കോടതി വിധി എന്തായിരിക്കുമെന്ന് കേട്ട ശേഷമായിരിക്കും ചിലപ്പോൾ KCB ഔദ്യോഗികമായിട്ടുള്ള അവരുടെ വകുപ്പ് തല നടപടികളിലേക്ക് കൂടി നീങ്ങുക. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ.